അപ്പോൾ നമ്മൾ ഫിൽട്രേഷന്റെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ ഈ ഹെഡിൽ ഫിൽട്രേഷനും ലൈറ്റും പറഞ്ഞിരുന്നു. ഫിൽട്രേഷന്റെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുമെന്ന് തോന്നുന്നു. ഓക്കെ, ഇനി ഒരു പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഈ നമ്മൾ പ്രെഡിക്റ്റഡ് ടൈപ്പ് മീനുകളെ നമ്മൾ വളർത്തുമ്പോൾ നമ്മൾ സ്പോഞ്ച് ഫിൽറ്ററാണ് നല്ലത്, അതിൽ ബയോളജിക്കൽ ഫിൽറ്റർ അല്ലെങ്കിൽ അതിൽ ബാക്ടീരിയ ഇരിക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. പക്ഷേ നമ്മൾ ഈ ഫ്ലവറോണ്, ചിക്കിൾ, ഓസ്കാർ ഇതേപോലത്തെ വെറൈറ്റീസ് വയ്ക്കുന്ന ടാങ്കുകളിൽ സ്പോഞ്ച് ഫിൽറ്റർ വെച്ച് കഴിഞ്ഞാൽ ആ മീനുകൾ ഈ സ്പോഞ്ച് കടിക്കുന്ന ഒരു സ്വഭാവം കാണുന്നുണ്ട്. അപ്പോൾ അവർക്കത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഡൈജഷൻ ഇഷ്യൂസ്, ഇവര് കഴിച്ച് തുപ്പും, വെള്ളം കംപ്ലൈന്റ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതേപോലെയുള്ള ടാങ്കുകളിൽ ഈ സ്പോഞ്ച് ഫിൽറ്റർ കഴിവതും ഒഴിവാക്കുക. പിന്നെ ഈ പ്രെഡിക്റ്റഡ് ടാങ്ക് സെറ്റ് ചെയ്യുന്ന ടാങ്കുകളുണ്ട്. അപ്പൊ ആ ടാങ്കുകളിലും സ്പോഞ്ച് ഫിൽറ്റർ ഒരിക്കലും സൂട്ടബിൾ ആയിരിക്കില്ല. കാരണം ഇവര് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ സ്പോഞ്ചിന്റെ ഇത് ഇളകി പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അതേപോലെയുള്ള ടാങ്കുകളിൽ ടോപ്പ് ഫിൽറ്റർ ആയിരിക്കും ഏറ്റവും ബെറ്റർ. അതിന്റെ റീസൺ അതിന്റെ ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത്, നമുക്ക് ടോപ്പ് ഫിൽറ്ററിന്റെ പ്രത്യേകത എന്ത് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റ് ഫിൽറ്റേഴ്സ് നമ്മുടെ ടാങ്കിനകത്ത് ഹോൾഡ് ചെയ്യാണ്. ഈ പറയുന്ന ബയോളജിക്കൽ വേസ്റ്റിനെ ടാങ്കിനകത്ത് തന്നെ ഹോൾഡ് ചെയ്യായിരിക്കും. സ്പോഞ്ച് ഫിൽറ്ററിൽ നമ്മൾ അകത്ത് തന്നെ ഹോൾഡ് ചെയ്യായിരിക്കും, വെള്ളത്തിനകത്ത് ടാങ്കിനകത്ത് ഹോൾഡ് ചെയ്യായിരിക്കും. ഇന്റർണൽ ഫിൽറ്റേഴ്സ് നമ്മൾ അതിനകത്ത് തന്നെ ഹോൾഡ് ചെയ്യായിരിക്കും. പക്ഷെ ടോപ്പ് ഫിൽറ്റർ ആകുമ്പോൾ ടാങ്കിന്റെ മുകളിലായിരിക്കും അതിന്റെ വേസ്റ്റും ബാക്കിയുള്ള എല്ലാം, പ്രത്യേകിച്ച് ചേമ്പറിലായിരിക്കും വരുന്നത്. ടോപ്പ് ഫിൽറ്റർ എല്ലാവരും കണ്ടുണ്ടായിരിക്കുമല്ലോ, ആ ചേമ്പറിലായിരിക്കും വരുന്നത്. അപ്പൊ അതുകൊണ്ട് അത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അപ്പൊ അതുപോലെ ഈ പ്രെഡിക്റ്റഡ് ടാങ്കുകളുടെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് ടാങ്കിനകത്ത് കൈയിടുന്ന റിസ്ക് ആണ്.